ഹലോ കുട്ടികളെ, ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് ന്യൂ നമ്പേഴ്സ് എന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ 29 ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? ദ ഹൈപ്പോട്ടനീസ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ ഈസ് 1.5 മീറ്റർ ആൻഡ് വൺ ഓഫ് ദ അതർ സൈഡ് ഈസ് 1/2 മീറ്റർ. ഒരു മട്ടത്രികോണത്തിന്റെ കർണം 1.5 മീറ്ററും മറ്റൊരു വശം 1/2 മീറ്ററുമാണ്. കാൽക്കുലേറ്റ്സ് ഇറ്റ്സ് പെരിമീറ്റർ അപ് ടു എ സെൻറ്റിമീറ്റർ. അതിൻ്റെ ചുറ്റളവ് സെൻറ്റിമീറ്റർ വരെ കൃത്യമായി കണക്കാക്കുക. അതായത് ഒരു റൈറ്റ് ട്രയാങ്കിൾ ഉണ്ടായിരുന്നു, ഞാനിവിടെ വരച്ചിട്ടുണ്ട്. ഒരു റൈറ്റ് ട്രയാങ്കിൾ ഉണ്ടായിരുന്നു. അതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്ന നീളം കൂടിയ വശമാണ്. അതിൻ്റെ അളവ് 1.5 മീറ്റർ എന്ന് പറഞ്ഞിരുന്നു. പിന്നെ മറ്റൊരു വശം എത്രയാണ്? 1/2 മീറ്റർ എന്നും തന്നിട്ടുണ്ടായിരുന്നു. ഇതിൽ 2 സൈഡ്സ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് 1/2 ആയിട്ട് എടുക്കാം. എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞ്? പെരിമീറ്റർ കാണണമെങ്കിൽ 3 സൈഡും ഉണ്ടായാലേ നമുക്ക് പെരിമീറ്റർ കാണാൻ പറ്റൂ. അപ്പം മൂന്നാമത്തെ സൈഡായ AC കണ്ടുപിടിക്കണം. AC ഈ റൈറ്റ് ട്രയാങ്കിളിൻ്റെ എന്താണ്? ഓൾട്ടിറ്റ്യൂഡാണ് അല്ലേ? അപ്പോൾ നമുക്ക് പൈതഗോറസ് തിയറം ഇവിടെ യൂസ് ചെയ്യാം. അപ്പോൾ പൈതഗോറസ് തിയറം അനുസരിച്ച് നമുക്ക് ഓൾട്ടിറ്റ്യൂഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? ഓൾട്ടിറ്റ്യൂഡിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് എന്തിൽ നിന്ന്? ഹൈപ്പോട്ടനീസിൻ്റെ സ്ക്വയറിൽ നിന്ന് നമ്മൾ എന്ത് മൈനസ് ചെയ്യുക? ബേസിൻ്റെ സ്ക്വയർ മൈനസ് ചെയ്യുക. നമ്മൾ പഠിച്ച കാര്യമാണ് പൈതഗോറസ് തിയറം. അപ്പോൾ ഇവിടെ ഓൾട്ടിറ്റ്യൂഡ് ആരാണ്? AC ആണ് അല്ലേ? ദാറ്റ് ഈസ് ACയുടെ സ്ക്വയർ ഈക്വൽസ് ഹൈപ്പോട്ടനീസ് ആരാണ്? BC സ്ക്വയർ മൈനസ് ബേസ് ആരായിരുന്നു? ABയുടെ സ്ക്വയർ. ഓക്കെ, BCയുടെ വാല്യൂ ഇവിടെ 1.5 ആണ്. 1.5ൻ്റെ സ്ക്വയർ മൈനസ് ABയുടെ ഹാഫാണ്. ഹാഫിൻ്റെ സ്ക്വയർ 1/2ൻ്റെ സ്ക്വയർ. ഇവിടെ 1/2 മിക്സഡ് ഫ്രാക്ഷൻ ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ആ മിക്സഡ് ഫ്രാക്ഷനെ പ്രോപ്പർ ഫ്രാക്ഷനിലോട്ട് കൊണ്ടുവരാം. 1/2 എങ്ങനെ മാറ്റുന്നത് നമ്മൾ പഠിച്ചല്ലോ. ഇതിനെ ഇവിടെ ഇൻറ്റു ചെയ്തതിന് ശേഷം ഇതിലോട്ട് ആഡ് ചെയ്യുക. അതായത് 1 × 2 + 1. 1 × 2 + 1 എത്രയാണ്? 1 × 2 2. 2 + 1 3. അപ്പോൾ 3/2 എന്ന് കിട്ടും. അപ്പോൾ 3/2 സ്ക്വയർ മൈനസ് 1/2ൻ്റെ സ്ക്വയർ. ഇനി നമുക്ക് സ്ക്വയർ എടുക്കാം. 3യുടെ സ്ക്വയർ എത്രയാണ്? 9. 2ൻ്റെ സ്ക്വയർ 4 മൈനസ് 1ൻ്റെ സ്ക്വയർ 1. 2ൻ്റെ സ്ക്വയർ 4. അപ്പോൾ 2 ഡിനോമിനേറ്ററും സെയിം ആയതുകൊണ്ട് തന്നെ ഒറ്റ ഡിനോമിനേറ്റർ ആക്കി എടുക്കാം നമുക്ക്. 4 മുകളിൽ 9 മൈനസ് 1 അല്ലേ? 9 മൈനസ് 1 എത്രയാണ്? 8. 8/4. 8/4 എത്രയാണ്? 2. അപ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ AC സ്ക്വയർ ആയിരുന്നു. AC സ്ക്വയർ ആണ് 2. അപ്പോൾ AC ഈക്വൽസ് എന്ത് വരും? സ്ക്വയർ റൈറ്റ് സൈഡിൽ പോകുമ്പോൾ റൂട്ടായിട്ട് മാറും. ACയുടെ വാല്യൂ എത്രയാണ്? √2 എന്ന് പറഞ്ഞാൽ 1.414 ആണ്. ഞാൻ 2 ഡിജിറ്റ് മാത്രമേ എടുക്കുന്നുള്ളൂ. പോയിൻ്റ് കഴിഞ്ഞിട്ട് 1.41 അത്രയും സെൻറ്റിമീറ്റർ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പെരിമീറ്റർ ആയിരുന്നു. ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ കാണാൻ നമ്മൾ എന്താ ചെയ്യുന്നത്? 3 സൈഡ്സും കൂടി ആഡ് ചെയ്യല്ലേ. അപ്പോൾ പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ ABC, ഈ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാൻ 3 സൈഡും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. 1/2 + 1/2 + 1.41. ഓക്കെ, 1/2 1/2 അല്ലേ? ഇത് 1/2 അര ഹാഫ്. 1.5 ഹാഫും കൂടെ ചേർന്നാൽ എത്രയാണ്? 2 ആണാവുന്നത് അല്ലേ? ദറ്റ് ഈസ് 2 + 1.41. 2 + 1.41 എത്രയാണ്? 2 + 1.41 ഈക്വൽസ് 3.41 അല്ലേ? 3.41 അത്രയും ഈ നമുക്ക് അളവുകൾ മീറ്ററിലായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇവിടെ മീറ്ററാണ് ആൻസറിൽ കൊടുക്കേണ്ടത്. മീറ്ററാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് കിട്ടിയ ആൻസറും എന്തിലാണ് എഴുതേണ്ടത്? മീറ്ററിലാണ് എഴുതേണ്ടത്. ഇവിടെ √2ൻ്റെ വാല്യൂ എഴുതിയ സമയത്ത് ഇവിടെ 1.41 മീറ്ററാക്കി മാറ്റുക. അപ്പോൾ ഇനി ഇതിനെ നമ്മൾ സെൻറ്റിമീറ്ററിലോട്ട് ആക്കാനാണ്. കാരണം ആൻസർ എഴുതേണ്ടത് അപ് ടു സെൻറ്റിമീറ്റർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് തന്നിരുന്നത് മീറ്ററിലാണ്. അപ്പോൾ ഇതിനെ നമ്മൾ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യുക? സെൻറ്റിമീറ്ററിലോട്ട്. അപ്പോൾ ഇത് മീറ്ററാണേ. മീറ്ററിനെ സെൻറ്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യണം? 100 കൊണ്ട് ഇൻറ്റു ചെയ്യുക. 100 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ ഈ പോയിൻ്റ് റൈറ്റ് സൈഡിലോട്ട് 2 ഡിജിറ്റ് അല്ലേ? 100ൽ 2 0 ആയതുകൊണ്ട് പോയിൻ്റ് 2 ഡിജിറ്റ് മുന്നോട്ട് പോകുമ്പോൾ എത്രയെന്ന് വരും? 341 അത്രയും സെൻറ്റിമീറ്റർ. അപ്പോൾ മീറ്റർ മാറി എന്തായി? സെൻറ്റിമീറ്ററായി. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ദ പിക്ചർ ബിലോ ഷോസ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ കട്ട് ഇൻറ്റു 2 ട്രയാങ്കിൾസ് അലോങ് എ ലൈൻ ത്രൂ ദ മിഡിൽ. ഒരു സമഭുജ ത്രികോണത്തിനെ ഒരു മൂലയിലൂടെ മുറിച്ച് 2 സമഭാഗങ്ങളാക്കിയതാണ് ചുവടെ കാണിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് വൺ ഓഫ് ദീസ്?
ഇവയിൽ ഒന്നിൻ്റെ ചുറ്റളവ് എത്ര മീറ്റർ ആണ്? ഹൗ മച്ച് ഈസ് ഇറ്റ് ലെസ് ദാൻ ദ പെരിമീറ്റർ ഓഫ് ദ ഹോൾ ട്രയാങ്കിൾ? മുഴുവൻ ത്രികോണത്തേക്കാൾ ചുറ്റളവ് എത്ര കുറഞ്ഞു? അപ്പോൾ 2 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ നമുക്കിവിടെ കാണണം. തന്നിരിക്കുന്ന എന്താണ്? ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ഇതൊരു ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയിരുന്നു. എന്താ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ 3 സൈഡ്സും തുല്യമായൊരു ട്രയാങ്കിൾ ആയിരുന്നു. അതിൻ്റെ എന്താണ് മിഡിലിലൂടെ അതിനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കട്ട് ചെയ്ത് 2 ട്രയാങ്കിൾ ആക്കി വെച്ചിരിക്കുകയാണ് അല്ലേ. നമുക്കിതിൻ്റെ ഒരു ഭാഗത്തിൻ്റെ എന്ത് കാണണം? പെരിമീറ്റർ കാണണം. അപ്പോൾ ഈ ഒറിജിനലായിട്ടുള്ള ട്രയാങ്കിൾ എങ്ങനെയായിരുന്നു? ഇതായിരുന്നു നമ്മുടെ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഇതിൻ്റെ നടുക്ക് കൂടെയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതായത് മിഡിൽ പാർട്ടിലൂടെയാണ്, മധ്യഭാഗത്തു കൂടെയാണ് കട്ട് ചെയ്തത് അല്ലേ. അപ്പോൾ ഈക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സും ഈക്വൽ ആണെന്ന് അറിയാമല്ലോ. 3 വശങ്ങളും തുല്യമാണ്. അപ്പോൾ 2 മീറ്റർ 2 മീറ്റർ. കറക്റ്റ് മിഡിലിലൂടെ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ എത്രയെന്നാവും? 1 മീറ്റർ. ഇവിടെ എത്രയാവും? 1 മീറ്റർ. മനസ്സിലായോ? അതായത് 1 മീറ്റർ ആവും. ഇത് എത്രയാവും? 1 മീറ്റർ ആവും. അപ്പോൾ ഈ 2ആയിട്ട് ഭാഗിച്ചതിൽ ഒരു കഷ്ണത്തിൻ്റെ എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? പെരിമീറ്ററാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഭാഗത്തിനെ മാത്രമായിട്ട് ഞാൻ ഇങ്ങോട്ട് മാറ്റി എഴുതാം. ഒരു ലെഫ്റ്റ് സൈഡിലുള്ള ആ പാർട്ടിനെ ഞാൻ ഇങ്ങോട്ടെടുത്ത് വരയ്ക്കുകയാണ്. ഇതെടുത്തു. ഈ ലെഫ്റ്റ് സൈഡ് ഞാൻ ഇതിനെ പേര് കൊടുത്തിരിക്കാം. ABCD എന്നായിരുന്നു പേരെങ്കിൽ ഞാൻ എടുത്തിരിക്കുന്നത് ADC ആണ്. ഓക്കെ. ഇവിടെ 2 മീറ്റർ, ഇവിടെ 1 മീറ്റർ, ഇവിടെ നമുക്ക് അറിയില്ല, CD നമുക്ക് അറിയില്ല. അപ്പോൾ നമുക്കിതിൻ്റെ ഈ ഒരു ഭാഗത്തിൻ്റെ പെരിമീറ്റർ അറിയണമെങ്കിൽ, ചുറ്റളവ് അറിയണമെങ്കിൽ CDയും കൂടി വേണം അല്ലേ. അപ്പോൾ നമുക്ക് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാമല്ലോ. പൈതഗോറസ് തിയറം ഉപയോഗിച്ചുകൊണ്ട് പൈതഗോറസ് തിയറം പ്രകാരം നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഇത് CD എന്ന് പറയുന്നത് ഓൾട്ടിറ്റ്യൂഡാണ് അല്ലേ. അപ്പോൾ ഓൾട്ടിറ്റ്യൂഡിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ ഹൈപ്പോട്ടനീസിൻ്റെ സ്ക്വയർ, ഇവിടെ ഹൈപ്പോട്ടനീസ് ആരാണ്? ACയുടെ സ്ക്വയറിൽ നിന്ന് ബേസ് ആരാണ്? ADയുടെ സ്ക്വയർ എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. എന്താ തിയറം എന്തായിരുന്നു? ഓൾട്ടിറ്റ്യൂഡിൻ്റെ സ്ക്വയർ ഈക്വൽസ് ഹൈപ്പോട്ടനീസിൻ്റെ സ്ക്വയർ മൈനസ് ബേസിൻ്റെ സ്ക്വയർ അല്ലേ. ഇവിടെ ഓൾട്ടിറ്റ്യൂഡാണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ മൈനസ് ആണ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ ACയുടെ വാല്യൂ ഇവിടെ 2 സ്ക്വയർ, ABയുടെ വാല്യൂ 1. അപ്പോൾ 1 സ്ക്വയർ, 2 സ്ക്വയർ 4, 1 സ്ക്വയർ 1. 4 മൈനസ് 1 എത്രയാണ്? 3D. അപ്പോൾ CD സ്ക്വയർ ആണ് 3. CDയുടെ വാല്യൂ സ്ക്വയർ റൈറ്റ് സൈഡിൽ വരുമ്പോൾ √3 എന്നാണ്. √3 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. സോറി, സെൻറ്റിമീറ്റർ അല്ല, ഞാൻ എപ്പോഴും സെൻറ്റിമീറ്റർ എന്നേ കൊടുക്കൂ, മീറ്റർ അല്ലേ. തന്നിരിക്കുന്ന നമ്മുടെ അളവ് എത്രയിലാണോ തന്നിരിക്കുക, എന്ത് യൂണിറ്റിലാണോ തന്നിരിക്കുന്നത് ആ യൂണിറ്റ് തന്നെ നമ്മളിവിടെ കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ √3 മീറ്റർ എന്ന് കിട്ടും. ഇനി നമുക്ക് പെരിമീറ്റർ കണ്ടുപിടിക്കാം. പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ ഏതാണ്? ADC അല്ലേ. ഒരു ചെറിയ കഷ്ണത്തിൻ്റെ പെരിമീറ്ററിലെ കാണേണ്ടത്. അപ്പോൾ ഏതൊക്കെയാണ് അളവുകൾ? ഇവിടെ നമുക്കിപ്പോൾ എത്രയെന്ന് കിട്ടി? √3 എന്ന് കിട്ടിയല്ലോ. 2 + 1 + √3. 2 + 1 എത്രയാണ്? 3. 3 + √3. √3യുടെ വാല്യൂ നമുക്ക് കൊടുക്കാം 7.73. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ 4.73 അത്രയും മീറ്റർ. രണ്ടാമത്തെ പാർട്ടിൽ എന്താ കാണേണ്ടത്? ഹൗ മച്ച് ഈസ് ഇറ്റ് ലെസ് ദാൻ ദ പെരിമീറ്റർ ഓഫ് ദ ഹോൾ ട്രയാങ്കിൾ എന്നാണ്. അപ്പോൾ അതായത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച പെരിമീറ്ററിലെ ഈ ചെറിയ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ അത് ഈ ആദ്യം ഉണ്ടായിരുന്ന ഒറിജിനൽ ട്രയാങ്കിളിൻ്റെ പെരിമീറ്ററിനേക്കാൾ എത്ര കുറവാണെന്നാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ നമുക്കിവിടെ എന്തും കൂടി കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു? ഈ തന്നിരുന്ന ഹോൾ ട്രയാങ്കിളിൻ്റെ പെരിമീറ്ററും കൂടി കാണണം. അപ്പോൾ പെരിമീറ്റർ ഓഫ് ഹോൾ ട്രയാങ്കിൾ ഹോൾ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഏതായിരുന്നു? ഞാൻ പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു. ട്രയാങ്കിൾ ABC എന്നായിരുന്നു അല്ലേ. ട്രയാങ്കിൾ ABCയുടെ പെരിമീറ്റർ 3 സൈഡും തുല്യമല്ലേ? 2, 2, 2 എന്നാണ്. അപ്പോൾ 2 + 2 + 2 = 6 മീറ്ററാണ് ആ വലിയ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ. ഇനി ഇതിൻ്റെ ഡിഫറൻസ് ആണ് നമുക്ക് കാണേണ്ടത്. ഡിഫറൻസ് ഇൻ പെരിമീറ്റർ, ചുറ്റളവിലുള്ള വ്യത്യാസം എത്ര കുറഞ്ഞു എന്നതല്ലേ. അപ്പോൾ വലിയ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ എത്രയാണ്? 6 മൈനസ് ചെറിയ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ എത്രയായിരുന്നു? 4.73. മൈനസ് ചെയ്ത് നോക്കുക. 6 മൈനസ് 4.73. 6 നിന്ന് 4.73 മൈനസ് ചെയ്യാം. 6.00 മൈനസ് 4.73. 10 മൈനസ് 3 7 2 വരും. 1.27. ആൻസർ എത്രയാണ്? 1.27 അത്രയും മീറ്റർ. മൂന്നാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. വി ഹാവ് സീൻ ഹൗ വി ക്യാൻ ഗോ ഓൺ ഡ്രോയിങ് റൈറ്റ് ട്രയാങ്കിൾ ലൈക്ക് ദിസ്.
ചുവടെ കാണിച്ചിരിക്കുന്നത് പോലെ തുടർച്ചയായി മട്ടത്രികോണങ്ങൾ വരയ്ക്കുന്ന രീതി നേരത്തെ നമ്മൾ കണ്ടതാണ് അല്ലേ. വാട്ട് ആർ ദ ലെങ്ത് ഓഫ് ദ സൈഡ്സ് ഓഫ് ദ 10th ട്രയാങ്കിൾ ഇൻ ദിസ് പാറ്റേൺ? ഇങ്ങനെ വരയ്ക്കുന്ന 10ാമത്തെ ത്രികോണത്തിന്റെ വശങ്ങളുടെ നീളം എന്തൊക്കെയാണ്? ഒരു ചോദ്യം കൂടിയുണ്ട്. ഹൗ മച്ച് മോർ ഈസ് ദ പെരിമീറ്റർ ഓഫ് ദ 10th ട്രയാങ്കിൾ ദാൻ ദി 9th? 10ാമത്തെ ത്രികോണത്തിന് 9ാമത്തെ ത്രികോണത്തേക്കാൾ ചുറ്റളവ് എത്ര കൂടുതലാണ്? രണ്ടാമത്തെ പാർട്ടിൽ എന്തായിരുന്നു കണ്ടുപിടിക്കേണ്ടത്? ഹൗ മച്ച് മോർ ഈസ് ദ പെരിമീറ്റർ ഓഫ് ദ 10th ട്രയാങ്കിൾ ദാൻ ദാറ്റ് ഓഫ് 9th? അതായത് 10ാമത്തെ ത്രികോണത്തിന് 9ാമത്തെ ത്രികോണത്തേക്കാൾ ചുറ്റളവ് എത്ര കൂടുതലെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് 10ാമത്തെ ത്രികോണത്തിൻ്റെയും 9ാമത്തെ ത്രികോണത്തിൻ്റെയും പെരിമീറ്റർ ആദ്യം കണ്ടുപിടിക്കാം. പെരിമീറ്റർ ഓഫ് 10th ട്രയാങ്കിൾ. പെരിമീറ്റർ ഓഫ് 10th ട്രയാങ്കിൾ. 10th ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ കാണാൻ ഈ സൈഡ്സുകൾ നമ്മൾ ആഡ് ചെയ്യുക. 1 + √10 + √11 അല്ലേ. അതുമാതിരി 9th ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ എങ്ങനെയാണ് കാണുന്നത്? പെരിമീറ്റർ ഓഫ് 9th ട്രയാങ്കിൾ. 9th ട്രയാങ്കിളിൻ്റെ സൈഡ്സ് ഏതൊക്കെയാണ്? 1 വരും, √9 വരും, √10 വരും. അപ്പോൾ പെരിമീറ്റർ കണ്ടുപിടിക്കാൻ ഈ 3 സൈഡും കൂടെ എന്ത് ചെയ്യണം? കൂട്ടണം. ഇനി നമുക്കിതിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിക്കണം അല്ലേ. ഡിഫറൻസ് ഇൻ പെരിമീറ്റർ. ഡിഫറൻസ് ഇൻ പെരിമീറ്റർ. 10ാമത്തെ ട്രയാങ്കിളിൻ്റെ പെരിമീറ്ററിൽ നിന്ന് 9ാമത്തെ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ മൈനസ് ചെയ്യുക. ദാറ്റ് ഈസ് 1 + √10 + √11. ഇതിൽ നിന്നും 9ാമത്തെ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ എത്രയാണ്? 1 + √9 + √10. മൈനസ് കഴിഞ്ഞിട്ട് ഒന്നിൽ കൂടുതൽ ടേമുകൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ബ്രാക്കറ്റ് യൂസ് ചെയ്ത് വേണം എഴുതാൻ. ഓക്കെ. ഇനി 1 + √10 + √11 മൈനസ് കഴിഞ്ഞ് ഈ 3 ടേമുകൾ ഉള്ളതുകൊണ്ട് ഈ ബ്രാക്കറ്റിനുള്ളിൽ കിടക്കുന്ന നമ്പേഴ്സിൻ്റെ എല്ലാം സൈൻ അങ്ങ് ചേഞ്ച് ആവും. ഈ 1 - 1 ആവും, + √9 - √9 ആവും, + √10 - √10 ആവും. ഓക്കെ. ഇനി + √10ഉം -√10ഉം നമുക്ക് കട്ട് ചെയ്ത് കളയാം. അതുപോലെ +1ഉം -1ഉം കട്ടായിപ്പോയി. ബാക്കിയുള്ളത് √11 - √9 ആണ്. ദാറ്റ് ഈസ് √11ൻ്റെ വാല്യൂ നമ്മൾ പഠിക്കാനൊന്നുമില്ല. അപ്പോൾ √11 അതുപോലെ എഴുതുക. √9 എത്രയാണ്? 3. √11 - √3 അത്രയും മീറ്ററാണ് പെരിമീറ്ററിൽ വരുന്ന ഡിഫറൻസ്. അപ്പോൾ ഇതുപോലെ ട്രയാങ്കിൾസ് വരച്ച് നമ്മൾ പെരിമീറ്ററൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതാണ്. അപ്പോൾ ഈ ആദ്യം വരച്ചിരിക്കുന്ന 1ാമത്തെ ട്രയാങ്കിളിൻ്റെ സൈഡ്സ് എന്തൊക്കെയായിരുന്നായിട്ടാണ് നമുക്ക് കിട്ടിയത്? സൈഡ്സ് ഓഫ് ഫസ്റ്റ് ട്രയാങ്കിൾ. ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ സൈഡ്സ് എന്തൊക്കെയായിട്ടാണ് നമുക്ക് കിട്ടിയത്? ഇവിടെ 1ഉം 1ഉം തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഹൈപ്പോട്ടനസ് നമുക്ക് എത്ര കിട്ടിയിരുന്നത്? √2 അല്ലേ. അപ്പോൾ 1, 1, √2 ആയിരുന്നു ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ സൈഡ്സ്. അതുപോലെ സൈഡ്സ് ഓഫ് സെക്കൻഡ് ട്രയാങ്കിൾ. സെക്കൻഡ് ട്രയാങ്കിളിൻ്റെ സൈഡ്സ് ഏതായിരുന്നു? 1, √2, √3. ഇവിടെ നമുക്ക് √3 എന്ന് കിട്ടിയിരുന്നു അല്ലേ. അതുപോലെ സൈഡ്സ് ഓഫ് തേർഡ് ട്രയാങ്കിൾ. തേർഡ് ട്രയാങ്കിളിൻ്റെ സൈഡ്സ് എന്തായിരുന്നു? 1, √3, √4 അല്ലേ. ഇവിടെ നമുക്ക് √4 എന്ന് കിട്ടി. സൈഡ്സ് ഓഫ് ഫോർത്ത് ട്രയാങ്കിൾ. ഫോർത്ത് ട്രയാങ്കിളിൻ്റെ സൈഡ്സ് എന്തൊക്കെയായിരുന്നു? 1, √4, √5. ഇവിടെ നമുക്ക് √5 എന്ന് കിട്ടി. അപ്പോൾ ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. നമ്മളടുത്ത് ചോദിച്ചിരുന്നത് എന്താണ്? സൈഡ്സ് ഓഫ് 10th ട്രയാങ്കിൾ. 10ാമത്തെ ട്രയാങ്കിളിൻ്റെ സൈഡ്സ് എന്താണെന്ന്. ഇങ്ങനെ പോയി നമുക്ക് സൈഡ്സ് ഓഫ് 10th ട്രയാങ്കിൾ എങ്ങനെ എഴുതാൻ പറ്റും? 10th ട്രയാങ്കിൾ ഫോർത്ത് ആയപ്പോൾ 1ഉം 4ഉം 5ഉം, തേർഡ് ആയപ്പോൾ 1ഉം 3ഉം 4ഉം, √3ഉം √4ഉം അല്ലേ. ഫോർത്തിന് 1ഉം √4ഉം √5. 10ാമത്തേൻ്റെ സൈഡ്സ് ഏതൊക്കെയായിരിക്കും? 1ഉം √10ഉം √11ഉം. ഇതായിരുന്നു നമുക്ക് ഫസ്റ്റ് പാർട്ടി കണ്ടുപിടിക്കേണ്ട ആൻസർ. ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. വാട്ട് ഈസ് ദ ഹൈപ്പോട്ടനസ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ വിത്ത് പെർപെൻഡിക്കുലർ സൈഡ്സ് √2 cm ആൻഡ് √3 cm? ലംബവശങ്ങൾ √2 cm, √3 cm ആയ മട്ടത്രികോണത്തിൻ്റെ കർണത്തിൻ്റെ നീളം എത്രയാണ്? ഹൗ മച്ച് മോർ ഈസ് ദ സം ഓഫ് പെർപെൻഡിക്കുലർ സൈഡ്സ് ദാൻ ഹൈപ്പോട്ടന്യൂസ്? ലംബവശങ്ങളുടെ തുക കർണത്തേക്കാൾ എത്ര കൂടുതലാണ്? അപ്പോൾ നമുക്കിവിടെ ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ എന്തൊക്കെ തന്നിട്ടുണ്ട്? പെർപെൻഡിക്കുലർ സൈഡ്സ് തന്നിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ ഒരു ട്രയാങ്കിൾ വരച്ചു കഴിഞ്ഞാൽ, ഒരു റൈറ്റ് ട്രയാങ്കിൾ വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പെർപെൻഡിക്കുലർ സൈഡ്സ് എന്ന് പറയുന്നത് എന്താണ്? ലംബവശങ്ങളെന്ന് പറയുന്നത് ഈ പെർപെൻഡിക്കുലർ മേയ്ക്കാനെടുത്ത 2 സൈഡുകളാണ്
പെർപെൻഡിക്കുലർ സൈഡ്സ് എന്ന് പറയുന്നത്. ആ പെർപെൻഡിക്കുലർ സൈഡ്സ് രണ്ടെണ്ണം നമുക്കിവിടെ തന്നിട്ടുണ്ട്. √3യും √2. നമുക്ക് എവിടെ വേണമെങ്കിലും എടുക്കാം. ഇവിടെ ഞാൻ √3 എടുത്തു, ഇവിടെ ഞാൻ √2 എടുത്തു. ഓക്കെ, പേരൊക്കെ വേണമെങ്കിൽ കൊടുക്കാം. ABC. എന്താ ചോദ്യം ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് ദ ഹൈപ്പോട്ടന്യൂസ്? ഇതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് എന്താണ്? അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയർ ഈക്വൽസ് ബേസിൻ്റെ സ്ക്വയർ പ്ലസ് എന്താണ്? ഓൾട്ടിറ്റ്യൂഡിൻ്റെ സ്ക്വയർ. ബേസ് ആരാണ് ഇവിടെ? √2 ആണ്. √2ൻ്റെ സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് ആരാണ് ഇവിടെ? √3യുടെ സ്ക്വയർ. √2ൻ്റെ സ്ക്വയർ എത്രയാണ്? 2. √3യുടെ സ്ക്വയർ 3. 2 + 3 എത്രയാണ്? 5. ദാറ്റ് ഈസ് ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയർ 5 ആണ്. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് എത്രയാണ്? സ്ക്വയർ റൈറ്റ് സൈഡിൽ പോകുമ്പോൾ എന്താകും? റൂട്ടായിട്ട് മാറും. √5 സെൻറ്റിമീറ്ററാണ് തന്നിരുന്നത് അല്ലേ? √5 സെൻറ്റിമീറ്റർ ആണ് ഹൈപ്പോട്ടന്യൂസ്. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് ഈ ഹൈപ്പോട്ടന്യൂസിനേക്കാൾ എത്ര കൂടുതലാണ് ഈ പെർപെൻഡിക്കുലർ സൈഡ്സിൻ്റെ സം എന്നാണ്. അപ്പോൾ നമുക്ക് ആദ്യം സം ഓഫ് പെർപെൻഡിക്കുലർ സൈഡ്സ് കണ്ടുപിടിക്കാം. സം ഓഫ് പെർപെൻഡിക്കുലർ സൈഡ്സിൻ്റെ സം എത്രയാണ്? √2 + √3 അല്ലേ? √2 + √3. ഇനി ഈ ഹൈപ്പോട്ടന്യൂസും ഈ പെർപെൻഡിക്കുലർ സൈഡ്സിൻ്റെ സമ്മും തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക. ഡിഫറൻസ് എടുക്കുമ്പോൾ ആദ്യം സം എത്ര കുറവെന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. പെർപെൻഡിക്കുലർ സൈഡ്സിൻ്റെ സമ്മ് ഹൈപ്പോട്ടന്യൂസിനേക്കാൾ എത്ര കൂടുതലെന്നാണ്. അപ്പോൾ ആദ്യം സമ്മാണ് എഴുതേണ്ടത്. സം √2 + √3. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഹൈപ്പോട്ടന്യൂസ് മൈനസ് ചെയ്യണം. ഇങ്ങനെ ഇട്ടിരുന്നാൽ മതി. √2 + √3 - √5.